ഹായ് ഓൾ, ഇറ്റ്സ് മീ JKK ഫ്രം JKK ഫോർ യു. ഒരു മൂവി റിവ്യൂ ആണ്. ഗുരുവായൂർ അമ്പലനടയിൽ. അല്പം ലേറ്റാണ് എങ്കിലും സിനിമ കണ്ടു. തിയേറ്ററിൽ തന്നെ കണ്ട സിനിമയാണ് ഒന്നര ആഴ്ച മുമ്പ്. ബട്ട് റിവ്യൂ ഒരല്പം പറയാൻ ലേറ്റായി. ബട്ട് ഇപ്പോൾ പറഞ്ഞാലും മതി. ഗുരുവായൂർ അമ്പലനടയിൽ ഡയറക്റ്റഡ് ബൈ വിപിൻ ദാസ്. ജെ സംവിധാനം ചെയ്ത ഡയറക്ടറാണ് വിപിൻ ദാസ്. പിന്നെ റിട്ടൺ ബൈ ദീപു പ്രദീപ്. പ്രൊഡക്ഷൻ പൃഥ്വി പ്രൊഡക്ഷൻ പ്ലസ് E4 എൻ്റർടൈൻമെൻറ്റ്. പിന്നെ ക്യാമറ നീരജ് രവി. എഡിറ്റർ ജോൺ കുട്ടി. പിന്നെ മ്യൂസിക് അങ്കിത് മേനോൻ ആൻഡ് തപസി. പിന്നെ ക്യാരക്ടറിലേക്ക് വന്നാൽ പൃഥ്വിരാജ് ആനന്ദൻ, ബേസിൽ, കൈതോലപ്പറമ്പിൽ വിനു രാമചന്ദ്രൻ. രണ്ടുപേരും അളിയനുമാണ്. പിന്നെ രണ്ടുപേരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെയും ഗിവ് ആൻഡ് ടേക്ക് കോമഡി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ഈ സിനിമയിൽ ത്രൂ ഔട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിഖില വിമൽ ആസ് പാർവതി, അൻഷുര രാജൻ ആസ് അഞ്ജലി. പിന്നെ നിഖിലയുടെ പാർവതിയുടെ അരികിലയില ആ സംഭവം കൊള്ളാം. അരികിലയില ആ സോങ് വരുന്ന ഭാഗങ്ങളൊക്കെ തന്നെ കൊള്ളാം. അതൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗത്താണ് ആ സോങ് വരുന്നത്. അതൊക്കെ കൊള്ളാം. പിന്നെ തീർച്ചയായിട്ടും വേറെയും താരങ്ങളുണ്ട്. ജഗദീഷ് ഉണ്ട്, ബൈജു ഉണ്ട്, യോഗി ബാബു ഉണ്ട്. ഒരു സിനിമയുടെ ഒരു അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ യോഗി ബാബു ഒക്കെ വരുന്നുണ്ട്. പിന്നെ വേറെയും ഇഷ്ടംപോലെ താരങ്ങളുണ്ട് ഈ സിനിമയിൽ. പിന്നെ അങ്ങോട്ട് സിനിമ ഓവറോൾ പറയുമ്പോൾ ഒരു ഫൺ റൈഡ് തന്നെയാണ്. കുറേ നല്ല കോമഡീസും ഒക്കെ തന്നെയുണ്ട് സിനിമ ഫുള്ള്. പിന്നെ ക്ലൈമാക്സ് പോർഷൻ ആ ഗുരുവായൂർ അമ്പലനടയിൽ ആ കല്യാണത്തിന് പോർഷൻ അതൊക്കെ അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതൊക്കെ അതിഗംഭീരം സൂപ്പറാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ഡ്രോണൊക്കെ പൊക്കിക്കൊണ്ട് പോകുന്ന ഈ താലിമാലയൊക്കെ പൊക്കിക്കൊണ്ട് പോകുന്ന സംഭവമൊക്കെ ഉണ്ട് ഡ്രോൺ വെച്ച്. അതൊക്കെ സംഭവം കൊള്ളാം. പിന്നെ സിനിമയുടെ അവസാനം കുറേ സിനിമകളുടെ ഒരു റീക്രിയേഷൻ ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ. കുറേ സിനിമകളുടെ ഉണ്ട്. ഇതിൽ നന്ദനം, പൃഥ്വിരാജിൻ്റെ തന്നെ സിനിമയാണ് നന്ദനം. ആ സിനിമയുടെ ഒരു ഡയലോഗ് വെച്ചിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. ഞാൻ മാത്രമേ കണ്ടുള്ളൂ ജഗ 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 ജഗനെ. അതൊക്കെ സംഭവം കൊള്ളാം. ഓക്കെ. പിന്നെ സിനിമ ത്രൂ ഔട്ട് ഒരു കല്യാണമാണ്. സിനിമ തുടങ്ങുന്നത് ഒരു കല്യാണത്തിലൂടെയാണ്, സിനിമ പോകുന്നത് ഒരു കല്യാണത്തിലൂടെയാണ്, സിനിമ അവസാനിക്കുമ്പോൾ ഒരു കല്യാണമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഓക്കെ. പിന്നെ പാട്ടുകളിലേക്ക് വരുമ്പോൾ K ഫോർ കൃഷ്ണ, K ഫോർ കല്യാണം, K ഫോർ കമ്പലടക്കം, പിന്നെ K ഫോർ കുറുക്കു. ഇതിൽ K ഫോർ കുറുക്ക് തപസിയുടെ പാട്ടാണ്. എനിക്കത് ആ സോങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. K ഫോർ കുറുക്ക് കൊള്ളാം. പിന്നെ ബാക്കിയുള്ള പാട്ടുകളും കൊള്ളാം. K ഫോർ കൃഷ്ണ, കല്യാണമൊക്കെ കൊള്ളാം. മൊത്തത്തിലൊരു വൈബൊക്കെ തന്നെയുണ്ട് ഈ പാട്ടുകളൊക്കെ കേൾക്കാൻ. അങ്ങനെ മൊത്തത്തിലൊരു ബോറടിക്കാത്തൊരു സിനിമയാണ് ഈ ഗുരുവായൂർ അമ്പലനടയിൽ. കണ്ടിരിക്കാം. 1 ടൈം വാച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു 2 ടൈം 3 ടൈം ഒക്കെ വാച്ചപ്പോൾ തന്നെയാണ് സിനിമ ഗുരുവായൂർ അമ്പലനടയിൽ. കൊള്ളാം. പിന്നെ ഈ സിനിമ ജൂൺ 27 ഹോട്ട്സ്റ്റാറിൽ വരികയാണ്. സോ തിയേറ്ററിൽ മിസ്സായവർ, ഈവൻ തിയേറ്ററിൽ കണ്ടവരും ഈ സിനിമ ഹോട്ട്സ്റ്റാറിൽ കൂടി കാണുക. സോ ഗുരുവായൂർ അമ്പലനടയിൽ. അപ്പം എങ്ങനെയാണ്, അടിച്ചു പൊളിക്കുമല്ലേ? പിന്നെ വേറൊരു ഡയലോഗൊക്കെ ഉണ്ട്. അച്ഛന് ടൈഗർ ബാം, അനിയന് ചോക്ലേറ്റ്, അളിയനൊരു ഐഫോൺ. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒരു അളിയൻ സ്നേഹവും, സെക്കൻഡ് ഹാഫിൽ ഒരു അല്പ വിരോധവും, പിന്നെ ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു പക്ക നമുക്ക് എല്ലാവർക്കും ഒരു പ്രൊഡക്റ്റ് ചെയ്യാവുന്നൊരു സംഭവം കൂടെയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ക്ലൈമാക്സിലെ ഫൈറ്റ് സീക്വൻസ് അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ജയ പോലത്തെ ഒരു ഫൺ റൈഡ് അതാണ് ഗുരുവായൂർ അമ്പലനടയിൽ. സോ ബൈ ബൈ. താങ്ക് യു. ബൈ ബൈ.